Ladies and gentlemen, this is Adesh and welcome to my comedy. Vadanthi Season 2, The Mystery of Money. So, തമിഴിലെ സകലമാന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് കൊടുത്തോ അതിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആണ് വദന്തി സീസൺ 1 ദ ഫേബിൾ ഓഫ് വെലോണി. രണ്ടും ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. രണ്ടിനും 8 എപ്പിസോഡ് ഉണ്ട്. ഇന്നേ വരെ വദന്തി എന്താണ് ഏതാണെന്ന് അറിയാത്തവരാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സീസൺ ഇരുന്ന് കാണാം. ഫസ്റ്റ് സീസൺ കണ്ടാലേ സെക്കൻഡ് സീസൺ മനസ്സിലാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് സീസൺ കണ്ടു കഴിഞ്ഞാൽ വദന്തിയുടെ പാറ്റേൺ മനസ്സിലാവും. അത് ഇഷ്ടമായ മാത്രം ഇതിന്റെ സെക്കൻഡ് സീസൺ കണ്ടു നോക്കിയാൽ മതി. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ സീസൺ 1 നമ്മുടെ S.J. സൂര്യയാണ് കേസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട്. സീസൺ 2 അത് ശശികുമാറാണ്. സോ സീസൺ 1 എന്റെ ഫേവറേറ്റ്, സ്റ്റിൽ മൈ ഫേവറേറ്റ് കിട്ടു സാധനമായിരുന്നു. അത് ഇത്രയും ഒരു പീപ്പിൾ അക്സെപ്റ്റൻസ് നേടാനുള്ള മെയിൻ റീസൺ ക്ലൈമാക്സിലുള്ള ട്വിസ്റ്റ് ആണ്. ദാറ്റ് വാസ് അൺപ്രഡിക്റ്റബിൾ. അത് അൺപ്രഡിക്റ്റബിൾ സാധനമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് സീസൺ വരുന്നു പറയുമ്പോൾ എക്സ്പെക്ടേഷൻസ് ഡെഫിനറ്റ്ലി സ്കൈ ഹൈ ആയിരിക്കും. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശശികുമാർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരാണ് മൂസ റാസ. സോ ഒരു 8 വരി പാതയുടെ ഉദ്ഘാടന സമയത്ത് JCB വെച്ച് മണ്ണ് തോണ്ടുമ്പോ സ്കെൽട്ടൻ കിട്ടുന്നു. അതിലൊരു സ്കെൽട്ടനിൽ കൈയില്ല. പിന്നീട് ഇത് രണ്ടും ആണിന്റെ സ്കെൽട്ടൻ ആണോ പെണ്ണിന്റെ സ്കെൽട്ടൻ ആണോ, കൈ ഇല്ലാത്തത് ജന്മനാ കൈ ഇല്ലാത്താണോ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കൈ പോയതാണോ, ഇത് ആരുടെയൊക്കെയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സീരീസ് ആണ് വദന്തി സീസൺ 2. 8 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം 3/4 മണിക്കൂർ ഉണ്ട്. ക്ഷമ വേണം കേട്ടോ. സോ ഈ സീരീസ് കാണുന്ന മുമ്പ് ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇത് മറ്റേ യൂഷ്വൽ ക്രൈം ത്രില്ലേഴ്സ് പോലെ സീറ്റ് ഓഫ് ദി എഡ്ജ് പരിപാടിയല്ല. ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്, നമ്മൾ പറയില്ലേ പോലീസ് പ്രൊസീജറൽ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ സീരീസ് ഒക്കെ കാണണം എന്നുള്ളവരാണെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ്. അല്ല സീറ്റ് ഓഫ് ദി എഡ്ജ് പരിപാടി പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. സോ 8 എപ്പിസോഡ് 3/4 മണിക്കൂർ പറയുമ്പോൾ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു. ഞാൻ ഈ സീരീസ് കാണാൻ 11:30 രാവിലെ ഇരുന്നതാണ്. കഴിഞ്ഞപ്പോ 6 മണിയായി. ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്, അത് പറഞ്ഞേ പറ്റൂ. മതിയായി. ഭയങ്കര ടയർഡായി സാധനം കണ്ടു കഴിയുമ്പോൾ. ഇത്രയും വലിപ്പിക്കരുത്. സോ സീസൺ 1 ഞാൻ പറഞ്ഞില്ലേ പെട്ട സാധനമായിരുന്നു. സീസൺ 1 വെച്ച് നോക്കുമ്പോൾ സീസൺ 2 അതിന്റെ 7 അയലത്തില്ല. സ്റ്റിൽ ദിസ് ഇസ് എൻ ആവറേജ് സീരീസ്. ഒരു ആവറേജ് ആയിട്ടുള്ള സീരീസ്, ഒട്ടും മോശമല്ല. മോശം എന്നൊന്നും പറയില്ല, അപരാധം എന്നൊന്നും പറയാൻ പറ്റില്ല. സീസൺ 1 വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെയും എത്തിയിട്ടില്ല. ഇതിന്റെ ആദ്യത്തെ 6 എപ്പിസോഡ് നൈസാണ്. ആദ്യത്തെ 6 എപ്പിസോഡ് നല്ല ത്രില്ലടിപ്പിക്കുന്ന, ടുവേർഡ്സ് എൻഡ് 6 എപ്പിസോഡിലും അത്യാവശ്യം ട്വിസ്റ്റ് ഒക്കെ ഉള്ള നല്ലൊരു സീരീസ് ആയിരുന്നു. അവസാന 2 എപ്പിസോഡ് തട്ടിക്കൂട്ട് സാധനമായിരുന്നു. ഈ ട്വിസ്റ്റിക്ക് മേലെ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെ തട്ടിക്കൂട്ടി പണി വെച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് 2 എപ്പിസോഡ് ആകുമ്പോൾ ഭയങ്കര വലിപ്പിക്കലായിട്ടും പേഴ്സണലി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സീസണിന്റെ 7 അയലത്തിൽ എത്തിയിട്ടില്ല. സോ ലാസ്റ്റ് 2 എപ്പിസോഡ് നോക്കുന്ന സമയത്ത് അനാവശ്യ ഇമോഷൻസ് പറയുമ്പോൾ ഈ ഒരു പെണ്ണ് ഇരുന്ന് കരയാൻ തുടങ്ങി. 1/2 മണിക്കൂർ പെണ്ണ് ഇരുന്ന് കരയും. അതിന്റെ ഇടയിൽ പറയേണ്ട കാര്യം പറയൂ, അതില്ല. പിന്നെ ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഈ കില്ലിങ്സ് നടത്താനുള്ള മോട്ടീവാണ്. അത് ഹാഫ് കുക്ക്ഡ് ആണ്. ഹാഫ് കുക്ക്ഡ് സാധനമാണ്. അത് തട്ടിക്കൂട്ടി എടുത്തു വെച്ച സാധനമാണ്. അത് ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പിന്നീട് അതിൽ കഴിഞ്ഞു പറയുമ്പോഴേക്കും വീണ്ടും ട്വിസ്റ്റിക്ക് മേലെ ട്വിസ്റ്റ് എന്നുള്ള രീതി കൊണ്ടുവന്നു. ഒരു ഇമ്പാക്റ്റും തോന്നിയില്ല. നമ്മൾ ഇത് ഒരിക്കലും ഒരു മോശം സീരീസ് അല്ല, പക്ഷെ സീസൺ 1 വെച്ച് നോക്കുമ്പോൾ 7 അയലത്ത് എത്തിയില്ല. സോ എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ പലപ്പോഴും തോന്നിയ ഒരു കാര്യമാണ്, ഇന്നേ വരെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഇത്ര DNA സാമ്പിൾ പരിശോധന ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ തുമ്മിയാലും പിടിച്ചാലും എല്ലാ DNA സാമ്പിൾ പരിശോധനയാണ്. എപ്പോഴും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മൾ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കേസ് ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ എല്ലാവർക്കും ബോർ അടിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ആ സമയത്ത് കുറച്ച് പോർഷൻസ് ഈ മറ്റേ ഇവർ തമ്മിലെ ഫാമിലി മൊമെന്റ്സ്, റൊമാൻസ് ഒക്കെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഇതിൽ അതുവരെ വെർപ്പിക്കലായിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ശശികുമാർ അല്ല അതിലത്തെ ഷോ സ്റ്റീലർ. പെർഫോമൻസ് വൈസ് മണി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യൻ കിഡു പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ശശികുമാർ കൈൻഡ് ഓഫ് ആവറേജ് പെർഫോമൻസ്. അങ്ങേരെ യൂഷ്വൽ നിഷ്കളങ്കത തന്നെയാണ്. ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ലോക പോലീസിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയും നിഷ്കളങ്കതയാണ്.
മേ ബി അങ്ങേരെ കൊണ്ടുവന്നിട്ട് താടിയൊക്കെ വെച്ചിട്ട് കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. പലപ്പോഴും എനിക്ക് തോന്നി SJ സൂര്യ തന്നെ മതിയായിരുന്നു. ശശികുമാർ കൊളാക്കി എന്നല്ല, പക്ഷെ SJ സൂര്യ തന്നെ മതിയായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതിലൊരു SP ഉണ്ട്, നമ്മുടെ മലയാളത്തിൽ നിന്ന് അടി, ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അർജുൻ നന്ദകുമാറാണ് ആളുടെ ഭർത്താവായിട്ട്. രണ്ടും ഡമ്മി പീസ് ആയിരുന്നു. ഡമ്മി വരെ ഡമ്മി ടു ഡമ്മി. ഇത്രയും നിർഗുണ ആയിട്ടുള്ള ഒരു SP ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഹരീഷ് പേരടിയെ കൊണ്ടുവന്നിട്ടുണ്ട് 1 മിനിറ്റിന്റെ ഒരു റോളിന്. എന്തിനാണ് ഒരു ലോഡ് മലയാളികളെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇതിന്റെ സീസൺ 1 കണ്ടു കഴിഞ്ഞാലേ സീസൺ 2 മനസ്സിലാവുന്നില്ല. പക്ഷെ സീസൺ 1 SJ സൂര്യയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. വിവേക് പ്രസന്ന സീസൺ 1 ഉണ്ടായിരുന്നു. ആൾ ഇതിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലവര രേവതി ആ കൊച്ചു ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ മണി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യന്റെ പേരായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ വൻ സംഭവമൊന്നും അല്ല, എന്നാ ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു സീരീസ്. ഇതിന്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്, അത്യാവശ്യം ക്ഷമയൊക്കെ വേണം. മ്യൂസിക് വർക്ക് ആവറേജ് തന്നെയായിരുന്നു. വലിയ 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 തീപ്പൊരി സാധനമൊന്നും അല്ല, മറ്റേ ജക് 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 സാധനം ഇട്ട്. പക്ഷെ ഇതിന്റെ വിഷ്വൽസ് വാസ് വെരി നൈസ്. ആ തമിഴ്നാടിന്റെ ആ ഗ്രാമീണ പ്രദേശമൊക്കെ വളരെ വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ചില ഷോർട്സ് ഒക്കെ ഉണ്ട്, ഇവര് താമസിക്കുന്ന വീട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാർമേഘമൊക്കെ ആയിട്ട്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ ഓവറോൾ ഒരു 1 ടൈം വാച്ചബിൾ ആവറേജ് ഫ്ലിക്ക് ആയിട്ടാണ് എനിക്ക് വദന്തി സീസൺ 2 ദ മിസ്റ്ററി ഓഫ് മണി തോന്നിയത്. സോ വേണ്ടവരെ കണ്ടു നോക്കുക.